politician and inspiration to many, he embodies excellence. Let us welcome Sri Suresh Gopi, the Honorable Minister of State for Petroleum and Natural Gas, for the inaugural address. A very good morning to all. Namaskaram. സന്തോഷമല്ലേ? നല്ല ഒരു സുദിനം നമുക്ക് പുതുതായി ആരംഭിക്കാം എന്ന ആശംസകളോടെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏതാണ്ട് 1500ഓളം കുഞ്ഞുങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഇതിലും വലിയ ഒരു സംഗമത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയം ഇവിടെ വന്ന വലിയൊരു ആഘോഷ പരിപാടിയിൽ ക്ലീനസ് നേതാവുമായി ചേർന്ന് ഈ വേദി പങ്കിട്ട മുഹൂർത്തമാണ് ഞാൻ ഓർക്കുന്നത്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വച്ഛത പക്വാഡ് നമ്മുടെ ബഹുമാനീയനായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വിഷൻ സ്വച്ഛത മിഷൻ, അങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്ത് രാജ്യത്തിനും ലോകത്തിനും വലിയ സന്ദേശം ഉൾക്കൊള്ളുന്ന വൃത്തി, ശുചിത്വം എന്നിവ ആധാരമാക്കി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വെരിമാറ് വിരിച്ചു തന്നിട്ടുള്ള അമ്മ ഭൂമി, കേരളത്തിൽ നിന്ന് പറയുമ്പോൾ ഭൂമി മലയാളം, തിരിച്ച ഭൂമിക്ക് നമുക്ക് എന്താണ് സമ്മാനിക്കാനോ സംഭാവന ചെയ്യാനോ, ഇതിൻ്റെ എല്ലാം സംക്ഷിപ്തമാണ് സ്വച്ഛ് ഭാരത്. എല്ലാ വർഷവും ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഇത് പരക്കെ വലിയ പ്രചരണ വിഷയമാക്കിക്കൊണ്ട് തന്നെ ആചരിക്കപ്പെടുന്നു. അതിന് പ്രധാനമായിട്ട് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഞാനും കൂടിയുള്ള മിനിസ്ട്രി ഓഫ് പെട്രോളിയം, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഈ മിനിസ്ട്രിയാണ് ഭാരതത്തിൽ ഈ ഒരു ദൗത്യം പ്രധാനമന്ത്രിക്ക് വേണ്ടി ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വൃത്തിയിൽ നമുക്കൊരുപാട് വൃത്തിഹീനമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന എല്ലാ പൊരുളുകളും ക്രോഡീകരിച്ച് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഇടങ്ങളിൽ മാത്രം കൊണ്ടുചെന്ന് നിക്ഷേപിക്കുന്നതിന് വലിയ സന്ദേശം ഉൾക്കൊള്ളുന്ന ചില മുദ്രകൾ ഇക്കഴിഞ്ഞ പൂരക്കാലത്ത് തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലും ജനങ്ങൾ വന്ന് സമ്പർക്കം ചെയ്ത എല്ലാ പ്രദേശങ്ങളിലും വൃത്തികേടാകാതിരിക്കാൻ എല്ലാ വൃത്തികെട്ട ഉൽപ്പന്നങ്ങളും ഒരിടത്ത് ക്രോഡീകരിച്ചു കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരു സംവിധാനത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വർഷമാണ് തൃശ്ശൂർ പൂരവും വേദിയൊരുങ്ങുന്നത്. ഈ ഒരു ആയുധം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിനും വർഷാവർഷം നമ്മൾ ജൂൺ 5-ാം തീയതി പ്രകൃതി ദിനം, മരം നടിയിൽ മഹോത്സവം എന്നൊക്കെ പറഞ്ഞ് വിവിധ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. എങ്കിലും വൃത്തിയെ സംബന്ധിച്ച് മാരക രോഗങ്ങളിൽ നിന്ന് മുക്തി, ഗ്ലോബൽ വാർമിങ്ങിനെതിരെ ഒരു വലിയ എക്സസൈസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കുവാൻ സാധിക്കണം. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ അടുത്ത തലമുറ വലിയ പാഠം ഉൾക്കൊള്ളണം.
വൃത്തിക്കും ശുചിത്വത്തിനും വേണ്ടി വലിയ അംബാസഡേഴ്സായി ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ മഹത്തരമായ പാരമ്പര്യമുള്ള സ്ഥാപനമാണ്. എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളെന്ന് പറയുന്ന ഒരു ഖ്യാതി കൂടി സെൻറ് മേരീസ് സ്കൂളിലുണ്ട്. ഏതാണ്ട് 9,000 കുഞ്ഞുങ്ങളാണ് ഈ സ്ഥാപനത്തിൽ 2 സ്കൂളിലുമായിട്ട് പഠിക്കുന്നത്. ആരുടെ പാതയാണ് പിന്തുടരുന്നത് എന്ന് ചോദിച്ചാൽ അഭിമന്യനായ His Holiness the Archbishop ഇവാനിയോസ് വലിയ തിരുമേനിയുടെ ഹൃദയത്തിൻ്റെ വഴിയെയാണ് ഈ സ്ഥാപനത്തിൽ, ഒരുപക്ഷെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപനത്തിലൂടെയും പഠന ഇതര വിഷയങ്ങളിലുള്ള പ്രാവീണ്യം നേടുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഒരുക്കുന്ന കാര്യത്തിൽ ഒരു ബിംബമായി ഒരുപക്ഷെ മുന്നിൽ വെച്ചിട്ടുള്ളതും നാട്ടിയിട്ടുള്ളതും പ്രതിഷ്ഠിച്ചിട്ടുള്ളതും ഇവാനിയോസ് വലിയ തിരുമേനിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വന്ന് കയറുന്ന മാത്രയിൽ തന്നെ, ഈ ക്യാമ്പസിൽ വന്ന് കയറുന്ന മാത്രയിൽ തന്നെ മഹാത്മജിക്കും ഇവാനിയോസ് വലിയ തിരുമേനിക്കും പുഷ്പാർച്ചന നടത്തുവാൻ സാധിച്ചതിലുള്ള വലിയ സന്തോഷം ഞാൻ അറിയിക്കുന്നു. കൊല്ലം ഡാലയിൽ പോയി സൂചിക്കച്ചവടം നടത്തരുത് എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ട്, വിശ്വാസവുമാണ്. അതുകൊണ്ട് തന്നെ വൃത്തിയുടെ കാര്യത്തിൽ ഇത്രയും ഞാൻ ഈ സ്കൂളിൽ എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ 12 വർഷമായിട്ട് മിക്കവാറും ഒരു 2-3 വർഷം കൂടുമ്പോൾ വന്ന് ഇവിടുത്തെ പ്രകൃതി ദിനത്തിന് പങ്കെടുത്തിട്ടുള്ളയാളാണ്. ഇവിടുത്തെ റേഡിയോ ലോഞ്ചിനും വന്നിട്ടുള്ളയാളാണ്, അല്ലേ, ഇൻ-ഹൗസ് റേഡിയോ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് എനിക്കറിയാം, ഞാൻ ഈ പറമ്പിൽ നട്ട ഒരുപാട് മരങ്ങളൊന്ന് ചിലപ്പോൾ പുഷ്പിച്ച് തുടങ്ങി കാണും, ഫലങ്ങൾ നൽകി തുടങ്ങിയും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പാരമ്പര്യം നിങ്ങൾ പിന്തുടരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയല്ല, എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് തന്നെ അതാണ്. ഇവിടെ ഒരുപാട് സാപ്ലിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ കൊണ്ടുപോയി ഇവിടെ ശ്രീ ജോർജ് തോമസ് പറഞ്ഞതുപോലെ എല്ലാ നടുന്ന മരങ്ങൾക്കും കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തികൾ, മുത്തശ്ശനോ മുത്തശ്ശിയോ ആവാം, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കൾ, നല്ല ടീച്ചേഴ്സ്, ഗുരുനാഥന്മാർ, ഇവരുടെ എല്ലാം പേര് നൽകി നമുക്ക് മരം വയ്ക്കാനായാൽ നമ്മൾ അതിൻ്റെ പരിപാലനമെന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റായിട്ട് ശ്രദ്ധയോട് അത് വളർത്തിയെടുക്കാനും അതിന് നിന്ന് സ്നേഹത്തോടെ പേര് വിളിച്ച് വാരി പുണരാനുമുള്ള വൈകാരികതയിലേക്ക് ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ കൊണ്ടുപോയി കണക്ട് ചെയ്യണമെന്ന് കൂടി എനിക്ക് നിങ്ങളോട്. എൻ്റെ തിരുവനന്തപുരത്ത് ഞാൻ രാജ്യസഭാ അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന് 3-ാം മാസം, എനിക്ക് തോന്നുന്നു ചിങ്ങമാസത്തിലാണ് ആണെന്ന് തോന്നുന്നു, ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹം വന്ന് നട്ടുപിടിപ്പിച്ച ഒരു ലക്ഷ്മി തരു സാപ്ലിംഗ് ഏതാണ്ട് 3 അടി ഉയരമുള്ള ചെടിയായിരുന്നു. ഇന്ന് അത് ഏതാണ്ട് 10-20 അടി ഉയരത്തിൽ വലിയ തണുപ്പ് പരത്തുന്ന മരമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് അദ്ദേഹത്തെ കൊണ്ട് ആ വൃക്ഷത്തിനിട്ട് ഇടിയിച്ച പേര് പ്രേം നസീർ എന്നാണ്. എനിക്കിപ്പോഴും ചെന്ന് നസീർ സാർ എന്ന് പറഞ്ഞ് ആ മരത്തിൻ്റെ, ആ വൃക്ഷത്തിൻ്റെ തണ്ടിൽ ഒന്ന് വാരി പുണരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയ നിർവൃതിയാണ്. ഒരു വ്യവസായത്തെ ഒരു വലിയ ബിസിനസ് സംരംഭമാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് നസീർ സാറിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്, എൻ്റെ ഓഫീസ് സമുച്ചയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് ആ വൈകാരികത ഇതിനോട് ചേർത്താൽ പിന്നെ നമുക്കൊരു മരം പോലും നുള്ളി ഇല്ലാതാക്കാൻ ഉള്ള ഒരു മനസ്സ് വരില്ല. എല്ലാ നല്ലതുകളും ആര് പറഞ്ഞു തന്നാലും ഒരുപാട് ഇവിടെ പ്രിൻസിപ്പൽ അച്ഛൻ ഫാദർ നെൽസൺ പറഞ്ഞതുപോലെ ഒരുപാട് ദുഷിച്ച പ്രവണതകൾ നമുക്ക് ചുറ്റും ഇങ്ങനെ റാഗി പറക്കുന്നതാണ്. ഒന്നിനും വശപ്പെടരുത്. നിങ്ങളെല്ലാ കുഞ്ഞുങ്ങളും, നിങ്ങളുടെ ഡിഫറെൻറ്റ് വേരിയൻസ് ഉണ്ടാവും. ഒരു കുഞ്ഞിനെ പോലെ ആയിരിക്കില്ല മറ്റ് കുഞ്ഞുങ്ങൾ. എല്ലാ കുഞ്ഞുങ്ങളും ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും സ്വന്തമാണെങ്കിൽ പോലും, കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും സ്വന്തമാണെങ്കിൽ പോലും ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ് ഞാൻ എന്ന് ഓരോ കുഞ്ഞും വിചാരിച്ചാൽ
ഒരു കെട്ട വഴിക്കും പോകാൻ മനസ്സും വരില്ല, മറ്റുള്ളവർ കെട്ട വഴിക്ക് പോകാൻ അനുവദിക്കുകയുമില്ല എന്നുകൂടി നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് ഉണ്ടാവണം. എല്ലാ കുഞ്ഞുങ്ങളെയും സംരക്ഷിച്ച് പിടിച്ച് നമുക്ക് രാജ്യത്തെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നതിന് നൈരന്തര്യം നൽകുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാം ഒരു നൈരന്തര്യം, ഒരു സസ്റ്റനൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. കുഞ്ഞുങ്ങളെല്ലാം നല്ല പാഠങ്ങൾ മാത്രം പഠിക്കുക, നല്ല പാഠങ്ങൾ പഠിച്ചത് പ്രചരിപ്പിക്കുക, നടപ്പിലാക്കുക. അത് നാടിൻ്റെ, രാജ്യത്തിൻ്റെ, അതുവഴി ലോകത്തിൻ്റെ യശസ്സിലേക്ക് ചെന്ന് ചേരും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വർഷത്തെ തിരുവനന്തപുരം ജില്ലയിലെ സ്വച്ഛതാ പക്വാട ക്യാമ്പയിൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രത്യേകം നന്ദി. സെൻറ് മേരീസ് സ്കൂളിലെ അധ്യാപകരോടും അനധ്യാപകരോടും ഇതിനിവിടെ വളരെ ഗംഭീരമായ രീതിയിൽ ഒരു വേദി ഒരുക്കിയതിന് ഫാദർ നെൽസണിനോടും ശ്രീ റജി ലൂക്കോസിനോടും പേരൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ, മറ്റെല്ലാ ശക്തി സംഘടനകൾക്കും, ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ് പ്രത്യേകിച്ച്, അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഒരു സ്വച്ഛത പക്വാട ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഒരു അവതരണ ഗാനം ഇവിടെ അവതരിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ആ കുഞ്ഞുങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സ്വായത്തമാക്കിയതാണ്. അത് മനോഹരമായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഒരുപക്ഷെ BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാക്കുന്ന ഒരു കൊളാഷ് വീഡിയോയിൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളും ലോകം മുഴുവൻ കാണും. ഈ കുഞ്ഞുങ്ങളെ ഇവിടുത്തെ പ്രകടനവും കാണും എന്നുകൂടി ഞാൻ വാക്ക് നൽകുകയാണ്. എല്ലാറ്റിനും ഒരിക്കൽ കൂടി സെൻറ് മേരീസിനും നന്ദി പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും BPCLൻ്റെ പങ്ക് വളരെ വലുതാണ്. കേരളത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ MD സെമിനറി സ്കൂളിലും പാലായിൽ ചാവറ തിരുമേനിയുടെ നാമത്തിലുള്ള സ്കൂളിലുമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ജൂലൈ 1ഉം 2ഉമായിട്ട് അത് ഗംഭീരമായിട്ട് ഐശ്വര്യപൂർണ്ണമായിട്ട് ഇന്ന് തിരുവനന്തപുരത്ത്, ഇതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഈ പരിപാടി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇത് ലോകത്തിന് തന്നെ മാതൃകാപരമായ ഒരു വലിയ നീക്കമായിട്ടാണ് ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ വിഷൻ ഇന്ന് ഫലങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫലം കൊയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം.